മറ്റു വാർത്തകളിലേക്ക്. പാറശാല മുതൽ തളിപ്പറമ്പ് വരെ തട്ടിപ്പ്. പകുതി വിലയ്ക്ക് ടൂ വീലർ നൽകാമെന്ന പേരിൽ അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നത് 1000 കോടി രൂപയുടെ തട്ടിപ്പ്. ഇതിനിടെ ആരോപണ വിധേയനായ BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇരവാദവുമായി രംഗത്തു വന്നു. സംഘടനയുമായി തനിക്ക് ബന്ധമില്ലെന്നും താനും തട്ടിപ്പിന് ഇരയായി എന്നുമാണ് രാധാകൃഷ്ണന്റെ വാദം. അനന്തു കൃഷ്ണനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പ് സംബന്ധിച്ച നിരവധി പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. തട്ടിപ്പ് 1000 കോടി കവിയുമെന്നാണ് വിലയിരുത്തൽ. അനന്തു കൃഷ്ണന് പുറമെ മുഖ്യ ആരോപണം നേരിടുന്നത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ AN രാധാകൃഷ്ണനാണ്. എന്നാൽ ഇരവാദം ഉന്നയിച്ചാണ് രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളും ഒരു ഇരയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളെടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളും, ഈ 200 സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തട്ടിപ്പുകാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം തേടി ലാലി വിൻസെന്റ് കോടതിയെ സമീപിച്ചു. അറസ്റ്റിന് തൊട്ടുമുമ്പും അനന്തു കൃഷ്ണൻ നിക്ഷേപകരെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമം നടത്തി. 4 ദിവസം കാത്തിരുന്നാൽ പണം തിരികെ കിട്ടുമെന്നാണ് വീഡിയോ സന്ദേശം. ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അധികം വൈകാതെ വിതരണത്തിന്റെ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന്റെ ഘട്ടത്തിലോ നിങ്ങളെ നേരിട്ട് കാണുവാൻ കഴിയും. തുടർന്ന് വരുന്ന പരമാവധി വിതരണ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അനന്തു കൃഷ്ണനെതിരെ തൃശൂരിലും കേസുണ്ട്. 7 വനിതകളുടെ പരാതിയിൽ അന്തിക്കാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ചിന് പുറമെ EDയും അന്വേഷണ നീക്കം ആരംഭിച്ചു. പ്രാഥമിക വിവരശേഖരണം നടത്തിയ ED സംഘം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു. ഇതിനിടെ അനന്തുവിന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നോവ ക്രിസ്റ്റയടക്കം 3 വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ അനന്തുവിനെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാറശാല മുതൽ തളിപ്പറമ്പ് വരെ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിൽ കബളിപ്പിക്കപ്പെട്ടത് നിരവധി പേരാണ്. കുടുംബശ്രീ പ്രവർത്തകർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ വരെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പിരിച്ച പണമെല്ലാം അനന്തു കൃഷ്ണന്റെ കയ്യിലാണ് എന്ന് കണ്ണൂർ തളിപ്പറമ്പിലെ സീഡ് കോഓർഡിനേറ്റർ സുവർണ ന്യൂസ് 18 കേരളത്തോട് വെളിപ്പെടുത്തി. പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് സാധനങ്ങളും വാഗ്ദാനം ചെയ്ത അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വേരുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട്. പാറശാല ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ തട്ടിപ്പിൽ പണം നഷ്ടമായത് 100-ലധികം വനിതകൾക്ക്. അവരിങ്ങനെ ഹോം അപ്ലയൻസിന് ഇട്ടിരുന്നപ്പോൾ അത് കുറഞ്ഞ പകുതി വിലയ്ക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും അതിൽ പങ്കാളിയായി. ഇപ്പം അതിൽ 30,000 രൂപ, അതിനും തയ്യൽ മെഷീൻ 7,000 രൂപ അങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് അവിടെ തന്ന സീഡ് സൊസൈറ്റി തന്ന ഫോണ്, ഞാൻ പകുതി വിലയ്ക്ക് വാങ്ങിയ ഫോണ്. ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ മെഷീനും ബാക്കി 2 വീലേഴ്സ് 2ാം ഘട്ടം കൊടുത്തപ്പോൾ പെൻഡിങ്ങിൽ വന്നപ്പോഴാണ് അപ്പോഴും നമ്മളിങ്ങനെ വഞ്ചിക്കപ്പെടുകയാണെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടായില്ല. അപ്പോൾ ആദ്യം എല്ലാവർക്കും മിക്കവർക്കും കിട്ടി. അപ്പോഴും ഞാൻ വിചാരിച്ച് കൊടുക്കാം. അങ്ങനെ കൊണ്ടുവന്ന് വണ്ടിയിലെ പകുതി പൈസ 60,000 രൂപ കൊടുത്ത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ തയ്യൽ മെഷീൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം 11,600 രൂപ മെഷീൻ 5,300 രൂപയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൊടുത്തായിരുന്നു. പക്ഷേ ഇതുവരെ രണ്ടും കിട്ടിയില്ല. നമുക്ക് 3 മാസത്തിനുള്ളിൽ വാഹനം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവരെ വീണ്ടും സമീപിച്ചപ്പോൾ നാളെ ആകും അല്ലെങ്കിൽ മറ്റന്നാളാകും, എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഉത്തരികണ്ഠ മൈതാനത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സ് മറ്റു കാര്യങ്ങളിലൊക്കെയാണ് ലേറ്റ് ആവുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും ദിവസം ഞങ്ങളെ ലേറ്റാക്കിയത്. കോഴിക്കോട് 98 സ്ത്രീകളിൽ നിന്ന് പണം പിരിച്ചു. അവയർ എക്കോ ട്രസ്റ്റ് മുഖേന തട്ടിയെടുത്തത് 72 ലക്ഷം രൂപ. സൊസൈറ്റിയിലേക്ക് ആവശ്യമുള്ളതാണ് എന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടുകയും ഇത് ചെയ്ത ആളുകൾ ഇത്രയും പ്രഗത്ഭരായതുകൊണ്ട്, കാരണം ഇന്ത്യ ലോകോ തന്നെ ഒരു ഡയാലിസിസ് മാൻ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിരിക്കുന്ന ഇത്രയധികം ഡയാലിസിസ് സെന്ററുകൾ ചെയ്ത മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ ആളുകൾ പറയുമ്പോൾ ഇതിനകത്ത് കള്ളവും ചതിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി മുഖേന മറ്റൊരു തട്ടിപ്പിലൂടെ നേടിയത് 2,45,00,000. 363 ഇരുചക്ര വാഹനങ്ങൾ, 22 ലാപ്ടോപ്പുകൾ,
36 മൊബൈൽ ഫോൺ ഇതൊക്കെ പകുതി വിലയ്ക്ക് ലഭ്യമാക്കാമെന്നായിരുന്നു ഉറപ്പ്. കണ്ണൂരിൽ അനന്തു കൃഷ്ണൻ നടത്തിയത് തൊഴിൽ തട്ടിപ്പ് കൂടിയാണ്. വൻ ഓഫറുകൾ നൽകിയാണ് നിരവധി പേരെ സൊസൈറ്റിയുടെ ഭാഗമാക്കിയതെന്ന് സീഡ് കോർഡിനേറ്റർ സുവർണ ന്യൂസ് 18 കേരളത്തോട് വെളിപ്പെടുത്തി. സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം 100% അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യം, 50% സാമ്പത്തിക സഹായങ്ങളാണ് ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇടുക്കി കമ്പംമേട്ടിൽ സീഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന ആരോപണമുയർന്നു. സീഡ് സൊസൈറ്റിയുടെ പഞ്ചായത്ത് തല കോർഡിനേറ്ററായ, അതായത് CPIMന്റെ കൂട്ടാർ ലോക്കൽ സെക്രട്ടറിയായ PP സുശീലൻ അഡ്വാൻസ് ചെയ്ത് ഈ കമ്പംമെട്ട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു പരാതി കൊടുത്തു അനന്തു കൃഷ്ണനെതിരെ. അതുകൊണ്ട് നിങ്ങൾ ആരും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കിയിരിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരസ്യമായി രംഗത്തെത്താനാണ് സാധ്യത. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരം പ്രസ് ക്ലബ് പദ്ധതിയുമായി സഹകരിച്ചതുകൊണ്ടാണ് താൻ തട്ടിപ്പിൽ വീണുപോയത് എന്നാണ് BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട MOUവും പദ്ധതിയുടെ ഉദ്ഘാടന ചിത്രവും അനന്തു കൃഷ്ണൻ തട്ടിപ്പിന് ഉപയോഗിച്ചത് ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ തങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന വിചിത്ര നിലപാടാണ് പ്രസ് ക്ലബ് ഭാരവാഹികളുടേത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എങ്ങനെ നൽകും? ആൾക്ക് 60,000 വെച്ച് എങ്ങനെ സൗജന്യമായി നൽകും? ന്യായമായ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചവരുടെ വിശ്വാസം നേടാനാണ് മാധ്യമപ്രവർത്തകരെയും പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോയും മറയാക്കിയത്. മാധ്യമപ്രവർത്തകർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ സംഘാടകരായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. ഉദ്ഘാടകൻ മന്ത്രി V ശിവൻകുട്ടിയും. വിശ്വാസ്യത ഉറപ്പിക്കാനായി വേദിയിൽ വെച്ച് തന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി. 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും MOU ഒപ്പുവെച്ചത് 2024 മാർച്ച് 20 എന്നാൽ ഇങ്ങനെയൊരു MOU ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ട എന്ന തീരുമാനമെന്നായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീണിന്റെയും മറുപടി. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തങ്ങളോട് അനുവാദം ചോദിക്കാതെ പേരുൾപ്പെടുത്തുകയായിരുന്നു എന്ന് പല മുതിർന്ന മാധ്യമപ്രവർത്തകരും ന്യൂസ് 18നോട് പറഞ്ഞു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന പട്ടികയും അനന്തു കൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.